15-ാം ദിവസം അമ്മ മേരി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടത് ഓർമ്മിക്കുന്നു. ഈശോ കുരിശുമായി നടന്നു നീങ്ങുകയാണ്. കുരിശിൻ്റെ ഭാരം താങ്ങാനാവാതെ വീഴാൻ പോകുന്ന സമയം അമ്മ മേരി ഓടിച്ചെല്ലുന്നു. തൻ്റെ മകൻ്റെ കുരിശ് താങ്ങിപ്പിടിക്കുന്നു. മകനോട് പറയുന്നു, മോനെ, ഞാൻ കൂടെയുണ്ട്. ഇതിനുശേഷം സംവിധായകൻ ഉണ്ണീശോ കുട്ടിക്കാലത്ത് വീഴാൻ പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. അവിടെയും അമ്മ ഓടിച്ചെല്ലുകയാണ് ആ കുഞ്ഞിനെ താങ്ങിപ്പിടിക്കാൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുള്ള നിറസാന്നിധ്യത്തിൻ്റെ പേരാണ് അമ്മ. ക്രിസ്മസ് നാളുകളിൽ ഉണ്ണീശോയെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? അമ്മ മേരിയെയും കൂടെ ഓർക്കുമ്പോഴാണ് ക്രിസ്മസ്, അതിൻ്റെ ആഘോഷങ്ങൾ, ക്രിസ്മസ് പങ്കുവെക്കുന്ന സന്ദേശം പൂർണ്ണമാകുന്നത്. രക്ഷകന് പിറക്കാൻ സമ്മതം കൊടുത്തവളാണ് അമ്മ. ജീവിതത്തിൻ്റെ അവസാനം വരെ കയ്പ് നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞവളാണ് അമ്മ. ആ അമ്മ മേരി പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ യാത്രകളിൽ നമ്മളെ താങ്ങുവാങ്ങുവാൻ, നമുക്ക് വേണ്ടതെല്ലാം പകർന്നേകുവാൻ കൂടെയുള്ള നിറസാന്നിധ്യമായി അമ്മയുണ്ട്. ആ അമ്മ മേരിയെ കൂടുതൽ അറിയുവാൻ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. 500ഓളം തടവുകാരുണ്ടായിരുന്ന ഒരു ജയിലിൽ ഒരു തടവുകാരൻ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മുറി പരിശോധിക്കാൻ ചെന്ന പോലീസുകാർ കാണുന്നത് എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമാണ്: ലൈഫ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് മദർ. അതെ, അമ്മയില്ലാത്ത ജീവിതം നിരർത്ഥകമാണ്. പരിശുദ്ധ അമ്മയില്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമാകില്ല. ആ അമ്മയുടെ കരം പിടിച്ച് പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക്, ക്രിസ്മസ് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.